ക്യാബേജ് അരിയുന്ന കട്ടിംഗ് ബോർഡിൽ സ്മെല്ല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം വിനാഗിരി ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡിൽ ആ ഫൗൾ സ്മെൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളെ ക്യാബേജിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ കറിവേലോ ചേർത്ത് നമുക്ക് കറികൾ തയ്യാറാക്കാം. അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് മാറി നിൽക്കും. കറികൾക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. കപ്പൊടി പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ സ്മെല്ല് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു ക്ലിങ് ഫിലിം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിക്ക് സ്മെല്ല് പോകാതെ ഇരിക്കുന്നതാണ്. ഉപ്പ് കട്ട പിടിച്ചൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് അരിമണി, അത് ഏത് അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരിമണി ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് കട്ട പിടിക്കാതിരിക്കും കേട്ടോ. പഞ്ചസാരയിൽ ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാട്ടോ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഏലക്ക ഒന്നിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് 2 ഗ്രാമ്പൂ ഇട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ പഞ്ചസാര പാട്ടയിൽ ഉറുമ്പൊന്നും കയറൂല കേട്ടോ. മുരിങ്ങയിലൊക്കെ നമുക്ക് എളുപ്പം അടർത്തിയെടുക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് പറയുന്നത്. നമുക്ക് അതിനായിട്ട് ഇതുപോലെയുള്ള നമ്മുടെ പാത്രം ഉണ്ടല്ലോ, നമ്മൾ ആവിയൊക്കെ കിട്ടുന്ന പാത്രമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ ഹോളുള്ള ചെറിയ തവിയാണെങ്കിലും മതി. അതിലൂടെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുരിങ്ങയിലയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ പപ്പടം പൊട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന സമയത്ത് അതിങ്ങനെ വെക്കുന്ന ചിലപ്പോൾ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്പ് പറയാം. അതിനായിട്ട് നമ്മൾ പപ്പടം പൊട്ടിച്ച പാക്കറ്റിനുള്ളിലോട്ട് കുറച്ച് ഉലുവ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിത് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഉണക്കമുളക് നമുക്ക് വർഷങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കവറിലേക്ക് നമ്മുടെ ഉണക്കമുളക് ആദ്യം വെക്കുക. അതിനുശേഷം നല്ലപോലെ പാക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമ്മുടെ ഉണക്കമുളക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് പുളിയൊക്കെ വെക്കുന്ന പാത്രത്തിൽ പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പറിലേക്ക് കുറച്ച് കായപ്പൊടി എടുക്കാം. അതിനുശേഷം നമ്മുടെ പുളിയിട്ട് വെക്കുന്ന ഭരണിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിയിൽ പ്രാണിയൊന്നും കയറാതെ സൂക്ഷിക്കാൻ പറ്റും. കുടംപുളിയിലാണെങ്കിലും ഇതുപോലെ തന്നെ സൂക്ഷിക്കാം കേട്ടോ. പച്ചമുളക് സൂക്ഷിച്ചു വെക്കാനുള്ള കുഞ്ഞു ടിപ്പാട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റി ആദ്യം കഴുകി ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മുടെ പച്ചമുളകൊക്കെ എടുത്ത് അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കറിവേപ്പിലയും ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില വെച്ച് കൊടുത്ത് ആ കറിവേപ്പില വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമുക്ക് പയറ് ബീൻസൊക്കെ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് അരിഞ്ഞ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പയറാണെങ്കിലും ബീൻസ് ആണെങ്കിലും നമുക്ക് ഇപ്പം മെഴുക്കുവരട്ടി അല്ലെങ്കിൽ തോരൻ ഏത് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇതുപോലെയുള്ള ഒരു ബോക്സിലേക്ക് ഇട്ടടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ പച്ചക്കറികൾ ഇരിക്കും. തക്കാളി കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ലേശം വെളിച്ചെണ്ണ ഒന്ന് തക്കാളിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. കത്തരിക്കയൊക്കെ ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കഴുകി നമുക്ക് തുടച്ചൊന്ന്
നന്നായിട്ട് എടുക്കണം, വെള്ളമയം ഒട്ടും ഇല്ലാതെ. എന്നിട്ട് ഇതുപോലെയുള്ള കവറിലേക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ്. വെണ്ടയ്ക്ക കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ പോർഷനും താഴത്തെ പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇതുപോലെ വെച്ചിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ കറിക്ക് പരുവത്തിനായിട്ട് കഷ്ണിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇതുപോലെ ഒന്ന് മുകളിലും ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി കൂടുതലായിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഒരു കവറിൽ എയർ ഒക്കെ കളഞ്ഞ് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കുറേ ദിവസം നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. വെളിച്ചെണ്ണയ്ക്ക് കാറിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന ബോട്ടിലേക്ക് നമുക്ക് 2-3 കുരുമുളക്, ഉണക്ക കുരുമുളക് ഇട്ട് കൊടുക്കണം. പച്ച ഇടരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാവുന്നത് നമ്മുടെ കല്ലുപ്പിന്റെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം. പിന്നെ വാഴ ഇലയുടെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കാറിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കും. തേങ്ങ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ബോക്സിലാക്കിയിട്ട് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അരിയിൽ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണങ്ങിയ കറുവേല ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ആര്യവേപ്പിന്റെ ഇലയാണെങ്കിലും ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊന്നും കയറാതിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ 2 ഉണക്കമുളക് ഇട്ട് വെച്ചാലും നമ്മുടെ അരിപാത്രത്തിൽ പ്രാണികളൊന്നും കയറില്ല കേട്ടോ. ഉള്ളി അരിയുമ്പോൾ നമ്മുടെ കണ്ണ് നീറാറുണ്ടല്ലേ, അപ്പോൾ അതിനുള്ള കുഞ്ഞു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ എടുക്കാം. അതിലേക്ക് 2-3 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഉള്ളി ഒന്ന് ഇട്ട് വെക്കാം. എന്നിട്ട് അരിഞ്ഞാൽ മതി. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമ്മുടെ ബോർഡിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്താൽ നമ്മുടെ കണ്ണ് നീറില്ല. കട്ടിംഗ് ബോർഡിൽ സ്മെല്ല് മാറാനും ഉള്ളി കട്ട് ചെയ്തതിന് ശേഷമുള്ള സ്മെല്ല് മാറാനും അതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേശം കോഫി പൗഡർ എടുക്കുക. എന്നിട്ട് കട്ടിംഗ് ബോർഡിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കോഫി പൗഡർ ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ ആ ഫൗൾ സ്മെല്ല് പോകാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആട്ടോ. ഈന്തപ്പഴമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ പ്രാണികളൊന്നും കയറില്ല, കേടായി പോവില്ല. വർഷങ്ങളോളം നമുക്ക് ഈന്തപ്പഴം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. വെള്ളരിക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു അലുമിനിയത്തിന്റെ ഫോയിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടാകാതെ ഇരിക്കും കേട്ടോ. ചേന, ചേമ്പ് കാച്ചിലൊക്കെ അരിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈകളിൽ ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അരി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊന്നും ചൊറിയത്തില്ല. ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി മറന്നു പോയാൽ നമുക്ക് രാവിലെ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ കടലയും തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ നമ്മൾ മറന്നു പോയാൽ രാവിലെ നമുക്ക് നല്ല ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതും കുതിർന്ന് കിട്ടുന്നതാണ്. മുളക് പൊടി കേടാകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഉണക്ക മുളക് അതിലിട്ട് വെച്ചാൽ മതി, പ്രാണികളൊന്നും കയറില്ല. കത്തിരിക്ക നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കളർ മാറിപ്പോവാറുണ്ട് അല്ലേ, അപ്പം അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അരിയുന്ന സമയത്ത് തന്നെ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക. അപ്പോൾ അതിൻ്റെ നിറം മാറാതെ തന്നെ ഇരിക്കും. നമുക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ നമ്മുടെ ചെറുപഴമൊക്കെ ഒരുപാടങ്ങ് പഴുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്പാട്ടോ. അതിനായിട്ട് നമ്മുടെ പഴം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തൊന്ന് അലുമിനിയം ഫോയിൽ ഒന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം ഒരുപാട് പഴുത്തു പോകാതിരിക്കും.
കപ്പലണ്ടിയൊക്കെ വെക്കുന്ന പാത്രത്തിൽ നമുക്ക് ഇതുപോലെ കുറച്ച് അരി ഒരു ടിഷ്യൂ പേപ്പറിൽ എടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ഗ്രാമ്പും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണികളും കയറില്ല, അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി തണുത്തു പോവുകയും ഇല്ല. ഇതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട്സ് ഒക്കെ വെക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് അരി ഒന്ന് ടിഷ്യൂ പേപ്പറിലാക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും പ്രാണി കയറില്ല, അത് മാത്രമല്ല അത് തണുത്ത് പോകാതെ ഇരിക്കും. ക്യാരറ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പച്ചമാങ്ങ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ പച്ചമാങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയുള്ള നമ്മൾ ഈ ഉള്ളി ഒക്കെ വാങ്ങിക്കുന്ന പോലത്തെ കവർ ഉണ്ടല്ലോ, ചാക്ക്, കുറച്ച് നല്ലപോലെ എയർ സർക്കുലേഷൻ ഉള്ള ചാക്ക്, അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മാങ്ങ ഇരുന്നോളും. മുന്തിരിയൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് ലേശം ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ള് വിനാഗിരിയിലും കൂടെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. നമ്മൾ പച്ചക്കറിക്ക് അരിയുന്ന സമയത്ത് ഇതുപോലെ സൈഡ് ഒന്ന് ചരിച്ചരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് മസാല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് മുട്ട പുഴുങ്ങുന്ന സമയത്ത് തൊണ്ട് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് പുഴുങ്ങിയെടുക്കുക. നമ്മുടെ മത്തിക്കൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ? അപ്പൊ അത് ക്ലീൻ ചെയ്യാനുള്ള കുഞ്ഞു ടിപ്പ് പറയാം. നല്ല കല്ലുപ്പിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തിയിലുള്ള ഉളുമ്പ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. മീൻ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കാറുണ്ട് അല്ലേ? അപ്പൊ അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള കണ്ടെയ്നറിലേക്ക് വെക്കുക. അതിനുശേഷം അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ മീനിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. മത്തിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കിട്ടാനുള്ള ഒരു കുഞ്ഞു മസാലക്കൂട്ടും കൂടെ പറയാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത മത്തി നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അതിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്തതിന് ശേഷം ലേശം അരിപ്പൊടിയും കൂടെ ചേർത്ത് വറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മത്തി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഈ മസാലക്കൂട്ട് നമുക്ക് ഏത് മീനിന് വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാവുന്ന കേട്ടോ. ഉരുളക്കിഴങ്ങ് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറയാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ആപ്പിൾ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഇതിൽ മുള പൊട്ടിയൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഉണക്കമീന് ഉപ്പ് പോയി കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് 2 ന്യൂസ് പേപ്പറിന്റെ പീസും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പോയി കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ ഇതുപോലെയുള്ള മരത്തിന്റെ തവിയൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് നമ്മുടെ തവി മുങ്ങിക്കിടക്കുന്ന പരുവത്തിലുള്ള വെള്ളം വേണം കേട്ടോ. അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മിലേക്കിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ ഇത് കണ്ടോ, നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് വരുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ തേച്ച് കഴുകി വെക്കുന്ന നമ്മളെ തവികളാണെങ്കിൽ പോലും അതിൽ ചിലപ്പോൾ എണ്ണമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം കംപ്ലീറ്റ്ലി പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്നതാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കാതെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ അപ്ലൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. അല്ല നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആഴ്ച ഒരു ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തവിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.